കലഞ്ഞൂർ ഗവൺമെന്റ് എൽ പി സ്കൂള് ഏറെ വിശിഷ്ടവും മഹിതവുമായ ഒരു പരിപാടി അഡീഷണലായിട്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കാലാവസ്ഥയുടെ പ്രതികൂല അവസ്ഥയിൽ നമ്മൾ റാലി വളരെ ഹ്രസ്വമായിട്ട് ഒന്ന് നടത്തി വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ വേഷധാരികളായി ഒരുങ്ങി വന്ന എല്ലാ വിദ്യാർത്ഥികളെയും അവരെ തയ്യാറാക്കിയ മാതാപിതാക്കളെയും അനുമോദിക്കാൻ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പക്ഷേ പ്രകൃതി നമുക്ക് നിയന്ത്രിക്കാനാവാത്ത സംഗതി ആയതുകൊണ്ട് പ്രകൃതിക്ക് കീഴ്വഴങ്ങി ജീവിക്കുക എന്നൊരു തത്വം ഉള്ളതുകൊണ്ട് എന്നിട്ടും നമ്മൾ റാലി നടത്തി. ഗ്രൗണ്ടിലൂടെയാണെന്ന് മാത്രം വളരെ ആവേശകരമായിരുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട ടി വി പുഷ്പോലി ടീച്ചറിനെ ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ ഇ പി അനിൽ ഒരു പക്ഷേ ഈ പക്ഷി ഫോട്ടോ പ്രദർശനത്തിന് നമുക്ക് ഈ സ്കൂൾ വേദിയാകുന്നതിന് കാരണക്കാരൻ പ്രിയപ്പെട്ട ഞാൻ അനിലാണ് വിളിക്കുന്ന ഇ പി അനിലാണ്. ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്. വിദേശ നാടുകൾ ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്ത് കേരളത്തിൻ്റെ പരിസ്ഥിതി ഈ നിലയിലെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഒട്ടേറെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഒട്ടേറെ നിഷ്ഠകളും കൃത്യതകളും ഒക്കെ പാലിക്കുന്ന പ്രിയപ്പെട്ട അനിൽ ചേട്ടനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഉദ്ഘാടനത്തിനായിട്ട് ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ നമ്മുടെ നാട്ടുകാരൻ നാരങ്ങാനം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ കൂടിയും നമ്മുടെ പഞ്ചായത്തിലെ ആളുകൂടിയാണ് ശ്രീകാന്ത് സാറ്. ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന MBTയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഏറ്റവും പ്രിയമുള്ള എൻ്റെ കുഞ്ഞുങ്ങള്, രക്ഷിതാക്കളെ, മറ്റ് സഹപ്രവർത്തകരെ, 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസം തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പ്രദർശനം എന്താണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം തന്നെ കുട്ടികൾക്ക് വിവരിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഒട്ടേറെ നിങ്ങളെ കണ്ടിട്ടുള്ള, ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന, കണ്ടാൽ തിരിച്ചറിയുന്ന ഒട്ടേറെ പക്ഷികളുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കുളിക്കുന്നവരല്ലേ? ആണോ? ഇല്ലേ? നമ്മളല്ലാതെ, മനുഷ്യരല്ലാതെ സ്വന്തമായി കുളിക്കുന്ന മറ്റൊരു ജീവിയുടെ പേര് പറയാമോ? കാക്ക കുളിക്കും. കാക്ക കുളിച്ചാൽ എന്തായി മാറുമെന്ന് കേട്ടിട്ടുണ്ടോ? കൊക്ക്. അപ്പോ കാക്ക കുളിക്കും. അപ്പൊ മനുഷ്യർ കുളി പഠിച്ചത് എവിടുന്നായിരിക്കും? പക്ഷികളിൽ നിന്ന്. ആണോ? ഇനിയും നിങ്ങൾ പല്ല് തേക്കത്തില്ലേ? പൗഡറൊക്കെ ഇടും. പക്ഷികളെ കണ്ടിട്ടുണ്ടോ? എപ്പോഴും എന്താ? ക്ലീൻ നീറ്റ് ആയിരിക്കും അല്ലേ? നല്ല വൃത്തിയല്ലേ പക്ഷികൾക്ക്? ആണോ? പക്ഷികളുടെ ദേഹത്തൊക്കെ ഈ കാറിന്റെ ദേഹത്തിരിക്കുന്ന പോലെ ചെളി കാണുമോ? അതെപ്പോഴും എന്ത് ചെയ്യും? ക്ലീൻ ചെയ്യും. നോക്കൂ. അപ്പൊ ക്ലീനിങ്, വൃത്തി നമ്മൾ എവിടുന്നാ പഠിച്ചേ? പക്ഷികളുടെ കൂടുണ്ടായിരുന്നു. കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടോ? അതെല്ലാം മാഷ് പറയും. ആ കൂടെന്ന് പറഞ്ഞാൽ മനുഷ്യര് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ ഒക്കുന്നല്ല. മനസ്സിലായില്ലേ? അതിന്റെ പേരെന്താ അറിയാമോ? വെറും കുരുവിയാണ്. എന്തൊരു കുരുവിയാണ്? ആറ്റക്കുരുവി അല്ലേ മാഷെ? തൂക്കണം കുരുവി. അതെ, പടമുണ്ട് കേട്ടോ. അപ്പൊ നോക്കൂ. അപ്പൊ കൂടുണ്ടാക്കാൻ നമ്മളെ പഠിപ്പിച്ച ആരാണ്? പക്ഷികൾ. ഇനി വേറൊരു തമാശയുണ്ട്. ഈ കൂടുകൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പൊ മഴക്കാലമല്ലേ? ആണോ? ഈ മഴയുടെ പേര് എന്തൊരു മഴയാണെന്നറിയാമോ? ഇടവപ്പാതി. ഇടവപ്പാതി സമയത്ത് കാറ്റ് വരുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അല്ലേ പക്ഷേ പൊതുവെ. അപ്പോഴീ പക്ഷി എന്ത് ചെയ്യുന്നറിയാമോ? പടിഞ്ഞാറ് നിന്ന് കാറ്റ് വന്ന് കൂട് പോകാതിരിക്കാൻ മരങ്ങളിൽ പക്ഷി കൂടുണ്ടാക്കുന്നത് പടിഞ്ഞാറല്ല, കിഴക്കാണ് അല്ലേ പക്ഷെ? ശരിയല്ലേ? അപ്പൊ നോക്കൂ, നമ്മളെക്കാൾ എത്ര സൂക്ഷ്മതയോടെയാണ് പക്ഷികൾ കുളിക്കുന്നത്, വൃത്തിയാകുന്നത്, വീടുണ്ടാക്കുന്നത്. ഇനി ശ്രീ CK ഉത്തമൻ സാർ, കലഞ്ഞൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും
ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായി പിരിഞ്ഞ് പ്രൊഫസർ ഇന്ദുചൂടന്റെ കേരളത്തിലെ പക്ഷികൾ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിലെ പ്രിയ ഗുരുവിനോടുള്ള ആദരവ് സൂചിപ്പിച്ചുകൊണ്ട് ഉത്തമൻ സാറും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാച്ചുറൽ ഹിസ്റ്റോറിയൽ സൊസൈറ്റി അവരുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ചിത്ര പ്രദർശനമാണ് പാലക്കാട് വിക്ടോറിയ കോളേജ്, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ പ്രദർശന ശേഷം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കലഞ്ഞൂരിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഉത്തമസ്വാമി സംഘത്തിനും കലഞ്ഞൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ എല്ലാവിധമായ നന്ദിയും കടപ്പാട് അറിയിക്കാം. കൊച്ചു മനസ്സുകളിൽ, കൊച്ചു കുട്ടികളിൽ പരിസ്ഥിതിയോടും പക്ഷികളോടും മൃഗങ്ങളോടും ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ വരത്തക്ക രീതിയിൽ ഒരു പ്രദർശന പരിപാടിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ EP അനിൽ ഇത് സംഘടിപ്പിക്കുന്നതിന് സ്കൂളിനെ ഏറെ സഹായിച്ചു. കൂടുതൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കണ്ണാടി സാംസ്കാരിക വേദി ഇതിന്റെ സംഘാടനത്തിൽ സഹകരിക്കുന്നു. അതുപോലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ SPC, NSS, NCC കേഡറ്റുകളൊക്കെ ഇതിന്റെ വിപുലമായ ക്രമീകരണത്തിൽ സഹായിച്ചു. ഏതാണ്ട് ഇന്നലെ രാത്രി 11 മണി വരെയുള്ള ക്രമീകരണത്തിന്റെ പൂർത്തീകരണമാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ, 79ാം സ്വാതന്ത്ര്യദിനത്തിൽ കലഞ്ഞൂർ ഗവൺമെന്റ് LP സ്കൂള് കൊച്ചുകുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം ഉടലെടുക്കുന്നതിന് ചെറിയ തിരുനാളമായിട്ട് ഈ പക്ഷികളുടെ ഫോട്ടോ പ്രദർശനം ഇടയാകും. ഈ പ്രദർശനം 2023 ഇന്ദുചൂടന്റെ ജന്മശതാബ്ദിയായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കിയതാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പക്ഷികളിലുള്ള അതിൽ പ്രതിപാദിക്കുന്ന എല്ലാ പക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രദർശനം ഞങ്ങൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് ഇത് കാണിച്ചത്. പിന്നെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ കാണിച്ചു. അതിനുശേഷമുള്ള 3ാമത്തെ പ്രദർശനമാണിത്. മൊത്തം 267 ജാതി പക്ഷികളെ പറ്റിയാണ് കേരളത്തിലെ പക്ഷികളിൽ ഇന്ദുചൂടൻ വിവരിക്കുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില പക്ഷികളൊക്കെ ഇന്ന് ഒരു പക്ഷേ വളരെ അപൂർവമാണ്, കിട്ടാൻ വളരെ പ്രയാസമാണ്, ഫോട്ടോ കിട്ടാൻ പ്രയാസമുള്ള പക്ഷികളുണ്ട്. അതെല്ലാം തേടിപ്പിടിച്ച് സംഘടിപ്പിച്ച എക്സിബിഷനാണിത്. ചില പക്ഷികളുടെ ഒന്നിലധികം ചിത്രങ്ങളുണ്ട്. കാരണം ചിലപ്പോൾ ആണും പെണ്ണും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ളതിൽ 2 ചിത്രങ്ങൾ വരും. അങ്ങനെ മൊത്തം 305 ചിത്രങ്ങൾ ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്റ്ററി സൊസൈറ്റി തിരുവനന്തപുരം ഇത് 3ാമത്തെ പ്രദർശനമാണ് സ്കൂളിൽ വെച്ച്. ഇതാദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ, പ്രൈമറി സ്കൂളിൽ ഇത്രയധികം ആൾക്കാർ, പിള്ളേർ എല്ലാം നന്നായിട്ട് ആസ്വദിച്ച് കണ്ട് മനസ്സിലാക്കി, എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കി പ്രദർശനം കാണുന്നത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം വളരെ കൗതുകത്തോടെയാണ് പിള്ളേർ എല്ലാം നോക്കി കണ്ടത്. ഇതിൽ 267 ഇനം പക്ഷികളുണ്ട്. കേരളത്തിലെ പക്ഷികളെന്ന് പറഞ്ഞിട്ട് ഇന്ദുചൂടൻ സാറിൻ്റെ പുസ്തകത്തിനെ ആസ്പദമാക്കി അതിൽ പറയുന്ന പക്ഷികളുടെ ഇതാണ് പ്രദർശനത്തിന് എടുത്തിരിക്കുന്നത്. അത് പല സംഘടനയിലുള്ള ആൾക്കാരും അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ്, നാച്ചുറലിസ്റ്റ് പല സ്ഥലത്തും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും എടുത്ത അപൂർവമായിട്ടുള്ള പക്ഷികൾ ഉൾപ്പെടെ, അതായത് സാറ് എഴുതുമ്പോഴുള്ള പക്ഷികളൊന്നും ഇപ്പോൾ അധികം കാണാനില്ല. ആ പക്ഷികൾ ഉൾപ്പെടെ നമ്മൾ തേടിപ്പിടിച്ച് സംഘടിപ്പിച്ച് നന്നായിട്ട് നടത്തിയ ഒരു ഇത് മയിലിന്റെ കൂട്ടിരിക്കുന്നല്ലേ? എന്തുവാടി സാധനം? കരിയില ഇഷ്ടപ്പെട്ടത് തത്ത പോലിരിക്കുന്നത്. എല്ലാ പടങ്ങളും ഇഷ്ടപ്പെട്ടോ?